ഒന്നോ രണ്ടെണ്ണോ ചെയ്താൽ മൂന്നാമത്തതിന് പകരം എൻ്റെ അമർത്തണം. പറ്റൂ. ഇത്തവണ നോട്ട എന്നുള്ള ഒരു സംവിധാനമില്ല, വി പാറ്റ് ഇല്ല. അതൊക്കെയാണ് ഇത്തവണത്തെ ഇലക്ഷൻ്റെ വ്യത്യാസമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവർ പിന്നെ രണ്ടെണ്ണം വോട്ട് ചെയ്ത് പിന്നെ എൻ്റെ അമർത്തിയില്ലെങ്കിൽ പിന്നെ പ്രിസൈഡിംഗ് ഓഫീസറെ എൻ്റെ അമർത്താണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയും. ഒന്നാമത്തെ വോട്ട് ചെയ്യുന്നു, ഒരു ബി പി സൗണ്ട് കേൾക്കും. രണ്ടാമത്തത് ചെറിയൊരു ബീപ്പ് സൗണ്ട്. മൂന്നാമത്തതിലാണ് ഒരു ലോങ് ബീപ്പ് സൗണ്ട് കേൾക്കുക. ഞങ്ങൾ ആ സൗണ്ട് കേട്ടാൽ മാത്രമേ ഇദ്ദേഹത്തെ പറഞ്ഞു വിടുകയുള്ളൂ. 7 ജില്ലകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി ഏതാനും സമയം മാത്രമാണ് ഉള്ളത്. ഒരു ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് ഒരു വോട്ടർക്ക് 3 വോട്ടുകൾ ഉണ്ടാകും. അത് നഗരസഭകളിലും കോർപ്പറേഷനാണെങ്കിൽ ഒറ്റ വോട്ടാണ് ഉണ്ടാവുക. ഞാൻ പാലക്കാട് പ്രായരി പഞ്ചായത്തിലാണ് ഉള്ളത്. ഇതിൽ 3 ഈ ബാലറ്റുകൾ കാണാം. ഒന്ന് ഈ വെള്ള നിറത്തിലുള്ളത് ഗ്രാമപഞ്ചായത്തിൻ്റെയാണ്, പിങ്ക് നിറത്തിലുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയാണ്, ഈ പച്ച നിറത്തിൽ ഉള്ളത്, നീല നിറത്തിൽ ഉള്ളത് ജില്ലാ പഞ്ചായത്തിൻ്റെയാണ്. എന്നോടൊപ്പം പ്രിസൈഡിംഗ് ഓഫീസറുണ്ട്. ഇതിപ്പോൾ ഈ ഗ്രാമതലങ്ങളിൽ ഒരാൾക്ക് 3 വോട്ടാണ് ഉണ്ടാവുക. അത് ഒരു വ്യക്തിക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മാത്രം ചെയ്താൽ മതി എന്ന് ഉണ്ടെങ്കിൽ എങ്ങനെയാണ്? അങ്ങനെ ചെയ്യാൻ കഴിയും. കാരണം ഒരു വ്യക്തിക്ക് ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയെ മാത്രം എനിക്ക് പരിഗണിച്ചാൽ മതി എങ്കിൽ അദ്ദേഹം സ്വാഭാവികമായിട്ടും വരുന്നു, അയാളുടെ തിരിച്ചറിയൽ കാർഡ് കാണിക്കുന്നു, ഒന്നാമത്തെ പോളിംഗ് ഓഫീസർ അയാളെ തിരിച്ചറിയുന്നു, രണ്ടാമത്തെ പോളിംഗ് ഉദ്യോഗസ്ഥൻ മഷി തേക്കുന്നു, സ്ലിപ്പ് നൽകുന്നു, മൂന്നാമത്തെ പോളിംഗ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നു. ഇനി ഒരു വ്യക്തി അവിടെ വെച്ചിട്ട് ഞാൻ ആർക്കും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് റിഫ്യൂസ്ഡ് ടു വോട്ട് എന്നുള്ളൊരു പരിപാടിയുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് തിരിച്ചു പോകാം, കുഴപ്പമില്ല, അടുത്ത ആൾ ആ വോട്ട് ചെയ്യും. അദ്ദേഹം റെഫ്യൂസ് ചെയ്തു എന്നും പറഞ്ഞിട്ട് നമ്മൾ നോട്ട് ചെയ്യും. ഇനി ഒരു വ്യക്തി ഈ 3 വോട്ടും ചെയ്യുന്നില്ല, പകരം ഞാൻ ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യാം. ചെയ്ത ശേഷം അവസാനം ജില്ലാ പഞ്ചായത്തിൻ്റെ ബാലറ്റിൻ്റെ അവസാനം എൻഡ് എന്ന് പറയുന്ന ഒരു ബട്ടനും കൂടെ അദ്ദേഹം പ്രസ് ചെയ്താൽ മാത്രമേ വോട്ട് റെക്കോർഡ് ആവുകയുള്ളൂ എന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി എങ്ങാനും അദ്ദേഹം അതിനും തയ്യാറല്ല, അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, പ്രിസൈഡിംഗ് ഓഫീസർക്ക് ആ ബട്ടൺ അമർത്തുക എന്നുള്ളതാണ്. പിന്നെ അയാളുടെ മുന്നിലുള്ള ഒരു വഴി. ഒരു വോട്ടർ 3 വോട്ടും ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടി അമർത്തി കഴിഞ്ഞാൽ എൻ്റെ ഇല്ലെങ്കിലും ആ വോട്ട് രേഖപ്പെടുത്തിയതായിട്ട് വരും. അതെ. അപ്പോൾ എൻഡിൻ്റെ ആവശ്യമില്ല. മൂന്നാമത്തത് ചെയ്യുന്നതോടുകൂടി വോട്ട് രജിസ്റ്റർ ചെയ്യപ്പെടാം. ഒന്നോ രണ്ടെണ്ണോ ചെയ്താൽ മൂന്നാമത്തതിന് പകരം എൻ്റെ അമർത്തണം. പറ്റൂ. ഇത്തവണ നോട്ട എന്നുള്ള ഒരു സംവിധാനമില്ല, വി പാറ്റ് ഇല്ല. അതൊക്കെയാണ് ഇത്തവണത്തെ ഇലക്ഷൻ്റെ വ്യത്യാസമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവർ പിന്നെ രണ്ടെണ്ണം വോട്ട് ചെയ്ത് പിന്നെ എൻ്റെ അമർത്തിയില്ലെങ്കിൽ പിന്നെ പ്രിസൈഡിംഗ് ഓഫീസറെ എൻ്റെ അമർത്താണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയും. ഒന്നാമത്തെ വോട്ട് ചെയ്യുന്നു, ഒരു ബി പി സൗണ്ട് കേൾക്കും. രണ്ടാമത്തത് ചെറിയൊരു ബീപ്പ് സൗണ്ട്. മൂന്നാമത്തതിലാണ് ഒരു ലോങ് ബീപ്പ് സൗണ്ട് കേൾക്കുക. ഞങ്ങൾ ആ സൗണ്ട് കേട്ടാൽ മാത്രമേ ഇദ്ദേഹത്തെ പറഞ്ഞു വിടുകയുള്ളൂ. അപ്പോൾ അത് പ്രസ് ചെയ്യണം, നിങ്ങൾ ഏതോ ഒന്ന് അമർത്താൻ വിട്ടുപോയിട്ടുണ്ട് എന്ന കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തും. എന്നിട്ട് ആ എൻഡ് അവരെ കൊണ്ട് പ്രസ് ചെയ്യിച്ചേ ഞങ്ങൾ വിടുകയുള്ളൂ. ഇതിന് ഈ 3 മെഷീനും കൂടിയും ഒറ്റ കൺട്രോൾ യൂണിറ്റാണല്ലേ? ഒറ്റ കൺട്രോൾ യൂണിറ്റാണ്. അപ്പോൾ നമ്മൾ ഈ വോട്ടർ എണ്ണുന്ന സമയത്ത് ഒറ്റ മെഷീനിലാണ് ഈ 3 റിസൾട്ടും വരിക, അങ്ങനെയല്ലേ? അതെ. പോസ്റ്റ് 1, പോസ്റ്റ് 2, പോസ്റ്റ് 3 എന്ന രീതിയിലാണ്. അതിൽ ഈ 3 എണ്ണത്തിൽ ഇപ്പോൾ ആകെ ഒരു 500 വോട്ട് പിന്നെ മെഷീനിലുണ്ടെങ്കിൽ ഇതിനകത്ത് ചിലപ്പോൾ 500 എണ്ണം വരാം, ഓരോന്നിലും 500 എണ്ണം വരാം, 500-ൽ താഴെ വരാം. അതിന് അണ്ടർ വോട്ട് എന്നാണ് പറയുക. അദ്ദേഹത്തിന് ആഗ്രഹമില്ലാത്ത വോട്ടുകൾ ചെയ്യുന്നില്ല, അപ്പോൾ അതിൽ കുറവ് വോട്ടുകൾ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു രീതി. എത്ര വോട്ട് പോൾ ചെയ്തു എന്ന് കൃത്യമായി അറിയാം. അത് മെഷീനിൽ കൂടി താരതമ്യം ചെയ്തിട്ടാണ് പിന്നെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുക. അതെ. നമ്മൾ ടോട്ടൽ എന്നുള്ളൊരു ബട്ടൺ അമർത്തുമ്പോൾ ഓരോ പോസ്റ്റിലും എത്ര വോട്ട് ഉണ്ടായി എന്ന് നമുക്ക് അറിയാൻ കഴിയും. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വിടുക. ഒരു പ്രിസൈഡിംഗ് ഓഫീസറും അദ്ദേഹത്തിന് കീഴിൽ എത്ര മറ്റ് ഓഫീസേഴ്സാണുള്ളത്? 3 പോളിംഗ് ഒഫീഷ്യൽസ് ഉണ്ടാവും. മൊത്തം 4 പേരാണ് ടീമിൽ. സുരക്ഷാ ഓഫീസർ, പിന്നെ പോലീസുകാരുണ്ടാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൈക്രോ ഒബ്സർവേഴ്സ് വിസിറ്റ് ചെയ്യും. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇതാണ് ഈ ഗ്രാമപഞ്ചായത്തുകളിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് 3 മെഷീൻ ഉണ്ടാകും. അതിൽ 3 എണ്ണത്തിലും വോട്ട് ചെയ്യാം. ഒരാൾക്ക് 1ഓ 2ഓ മതിയെങ്കിൽ അങ്ങനെ വോട്ട് ചെയ്ത് എൻഡ് ബട്ടണും അമർത്താം. എന്നാൽ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും ഒരു വോട്ടർക്ക് ഒറ്റ വോട്ടാണ് ഉണ്ടാവുക. ഇതിൻ്റെ എല്ലാം ഒറ്റ കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും ഒരു മെഷീനിൽ ഉണ്ടാവുക. അതായത് വോട്ടെണ്ണൽ ദിവസം ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡിൽ ആ മെഷീൻ ഓണാക്കി കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ റിസൾട്ട് ആയിരിക്കും, പിന്നീട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ, പിന്നീട് ജില്ലാ പഞ്ചായത്തിൻ്റെ, ആ രീതിയിലാണ് വരിക. ഗ്രാമപഞ്ചായത്തുകളിൽ ഓരോ ബ്ലോക്ക് തലത്തിലാണ് ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും റിസൾട്ടുകൾ ആ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ വെച്ച് തന്നെ പ്രഖ്യാപിക്കും. എന്നാൽ ജില്ലാ പഞ്ചായത്തിൽ ആ ബ്ലോക്ക് പഞ്ചായത്തിന് പുറത്തും ഈ വോട്ട് ഉള്ള ബൂത്തുകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് ജില്ലാ കളക്ടർ ഒന്നിച്ച് പ്രഖ്യാപിക്കുക എന്ന രീതിയാണ് അവലംബിക്കുക. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.